യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 10-ാം തിരുവചനം. വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം. രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്തെന്ന് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നു. യേശുവിലുള്ള വിശ്വാസം, അതാണ് സർവ്വപ്രധാനം. സകല മനുഷ്യരും ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ നേടണം എന്ന ആഗ്രഹം പൗലോസ് പ്രകടിപ്പിക്കുന്നു. യഥാർത്ഥ അറിവ് യേശുവിൽ വിശ്വസിക്കുന്നതാണ്. യേശുവിലൂടെ കൈവരുന്ന സാർവത്രിക രക്ഷയാണല്ലോ ദൈവനീതി. ക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തെ രക്ഷിക്കാനുള്ള ദൈവിക പദ്ധതി. ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിയമം പൂർത്തീകരിക്കപ്പെടുന്നതാണ് പൗലോസിൻ്റെ ഭാഷയിലെ നീതീകരണം. രക്ഷയിലേക്കുള്ള വഴി യേശുവാണ്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്തെന്ന് ഏറ്റവും കൃത്യമായ ഭാഷയിൽ അപ്പോസ്തലൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. യേശു കർത്താവാണ്. യേശുവിൻ്റെ ഉത്ഥാനം ദൈവിക പ്രവൃത്തിയാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തെ ഹൃദയത്തിൽ വിശ്വസിക്കണം എന്നതിലൂടെ പ്രസ്തുത വിശ്വാസത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി സ്വീകരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്ന് അധരം സംസാരിക്കുന്നത് പോലെ നീതീകരണത്തിലൂടെ രക്ഷ കരഗതമാകുന്നു. ഹൃദയത്തിലുള്ള ഈ വിശ്വാസം നീതീകരണത്തിനും അധരം കൊണ്ടുള്ള ഏറ്റുപറച്ചിൽ രക്ഷയ്ക്കും കാരണമാകുന്നു. ഹൃദയവും അധരവും തമ്മിലുള്ള പൊരുത്തം അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശു കർത്താവാണ് എന്ന് ഞാനും ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശു ക്രിസ്തുവിനെ എൻ്റെ കർത്താവും നാഥനുമായി ഞാൻ ഹൃദയത്തിൽ പൂജിക്കുകയും ചെയ്യുന്നു. വിശ്വാസത്തിൻ്റെ കാതൽ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.